ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 31-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ കാണുന്നു: എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ എന്ന പദമാണ്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതായ ചില പ്രവൃത്തികളെക്കുറിച്ചും ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതായ ചില ഘടകങ്ങളെക്കുറിച്ചുമാണ് ഈ വാക്യങ്ങൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നിറഞ്ഞ മനസ്സോടെ, നല്ല മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് അവരുടെ നന്മയ്ക്കും അവരുടെ അനുഗ്രഹത്തിനും അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ മേലുള്ള വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവൻ എത്തുന്നതിന് തടസ്സമായും കടന്നു വരുന്ന ചില ഘടകങ്ങളാണ് കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവുമൊക്കെ എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ടുള്ള ദൈവമക്കളുടെ ഹൃദയം ശുദ്ധ ഹൃദയമായിരിക്കണമെന്നും അശുദ്ധമായതൊന്നും ഹൃദയത്തിനകത്ത് കരുതുവാൻ പാടില്ല എന്നും മനസ്സിനെ സ്വസ്ഥമാക്കിക്കൊണ്ട് മനസ്സിൻ്റെ അകത്ത് നമ്മുടെ നാശത്തിനും നമ്മുടെ തിന്മയ്ക്കും കാരണമായി തീരുന്ന ഘടകങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പരമാർത്ഥ ഹൃദയത്തിൻ്റെ അവകാശിയായി തീരുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം. അങ്ങനെ നിങ്ങളായിത്തീരുമ്പോഴും അങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴുമാണ് നിങ്ങളുടെ പ്രാർത്ഥന അർത്ഥമുള്ള പ്രാർത്ഥനയായി തീരുന്നത് എന്നാണ്. യോസേപ്പിനെയും തൻ്റെ സഹോദരന്മാരെയും ചിന്തിച്ചു നോക്കുമ്പോൾ സഹോദരന്മാർക്ക് യോസേപ്പിനോട് കയ്പും ക്രോധവും കോപവും ഒക്കെ ഉണ്ടെങ്കിലും യോസേപ്പിന് അതുണ്ടായിരുന്നില്ല. യോസേപ്പ് അവരെ പരമാർത്ഥതയോടെ സ്നേഹിക്കുകയും നല്ല മനസ്സോടെ മുൻപോട്ട് പോവുകയും ചെയ്തു. അത് യോസേപ്പിന് അനുഗ്രഹത്തിന് കാരണമായി തീർന്നെങ്കിൽ കയ്പും കോപവും ക്രോധവും വെച്ചുകൊണ്ട് മുൻപോട്ട് പോയ സഹോദരന്മാരുടെ ജീവിതത്തിൽ അതവർക്ക് നാശത്തിനും കാരണമായി തീർന്നു എന്ന് നാം ഓർക്കണം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിത്തീരുവീൻ എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കോപവും കയ്പും വെച്ചുകൊണ്ടിരിക്കുകയല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി നിങ്ങൾ തീരുന്നു എങ്കിൽ നിങ്ങളെ വിളിച്ച വിളിക്കനുസരിച്ച് നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരുമെന്ന് ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ചെയ്യുന്നവരായിട്ടല്ല, നമ്മെ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുക കൊണ്ട് ആ അനുഗ്രഹം നമുക്ക് അനുഭവിക്കുന്നവരായി തീരേണ്ടതിന് നാം കയ്പും കോപവും ക്രോധവും ഒക്കെ വിട്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത്
ദൈവത്തോടുള്ള ആഴമായ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്ന കയ്പിൻ്റെയും കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ഒക്കെ ആ സ്വഭാവങ്ങളെ പുറത്തു കളഞ്ഞിട്ട് ഞങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പ്രത്യേക കരുണ ഞങ്ങളുടെ മേലുള്ളതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.